स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए पड़क्कलम मूवी का रिएक्शन। तो ये एक नई मलयालम मूवी है जो बहुत लोगों ने रेकमेंड किया है, कमेंट्स के अंदर भरी पड़ी थी। एंड अभी हमने ठुडर रूम देखी थी एंड वो मूवी भाई कमाल की थी। उसका इंटरवल तक इतना मजा आ रहा था, बट एकदम से सब चीज़ चेंज हो जाती है जब ये पता लगता है कि भाई उनके ही बेटे का मर्डर था हुआ था और वो उसी में ही अकम्पलिस थे, आप कह सकते हो। और फिर वो जैसे रिवेंज लेते हैं, क्या स्टोरी थी वो, मतलब मलयालम सिनेमा जो है ना आपको क्रेजी कर देता है। फिर अभी जो अंजाम पतीरा भी थी वो भी देखी थी, तो वो भी काफ़ी कमाल की थी। अब यहाँ पे हम देख रहे हैं कि भाई पड़क्कलम ये मूवी जो है काफ़ी लोगों ने रेकमेंड की है। एंड ये मूवी अगेन वैसी मूवी है जो वर्ड ऑफ माउथ से चली है। और ऐसी मूवी तो मुझे बहुत ही ज़्यादा पसंद है बिकॉज इनमें कुछ ना कुछ ऐसी स्टोरी होती है जो आपको हंसा के या फिर रुला के या फिर आपको शौक ले आती है आपके अंदर। सच में यार, मलयालम सिनेमा का नाम आता है, मुझे तो लगता है यार अब ये क्या नया लेके आ रहा है। बिकॉज हर एक स्टोरी इतनी ज़्यादा इंटरेस्टिंग होती है, इतनी ज़्यादा इनोवेटिव चीज़ें ये लोग लेके आते हैं। मैं समझती हूँ यार, दे आर नेवर आउट ऑफ द कंटेंट, इतना डिफरेंट कंटेंट लेके आते हैं सही में। और अब देखते हैं इसका क्या होगा, इसका इंट्रो सीन क्या निकल के आता है। तो आप भी देखो, हम भी देखते हैं। लेट्स स्टार्ट। മന്ത്രവും മായാജാലവും സാധാരണമായിരുന്നൊരു കാലത്ത് വിജയനഗര വാണിരുന്ന ആദിത്യ മഹാരാജാവ് തന്റെ വിനോദത്തിനായി ഒരു മാന്ത്രിക വസ്തു നിർമ്മിച്ചു. നിരന്തരമായി ആ വസ്തു ഉപയോഗിച്ചിരുന്ന രാജാവ് അതിന്റെ സാധ്യത വിനോദത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് മനസ്സിലാക്കി. ലോകത്തെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു ശക്തിയാണ് തന്റെ പക്കലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ രാജാവ് സാന്നിധ്യം ഒരു രഹസ്യമായി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല. ആദിത്യ രാജാവിന്റെ പക്കലുള്ള ഈ വസ്തുവിനെ കുറിച്ച് അറിഞ്ഞ് പടയുമായി എത്തിയത് രാജാവിനെ കപടതന്ത്രങ്ങളാൽ കീഴ്പ്പെടുത്തുന്ന ടിപ്പു താൻ തേടി വന്നത് സ്വന്തമാക്കുന്നു. ലോകം കീഴടക്കാനായി പുറപ്പെട്ട ടിപ്പു തന്റെ പടയോട്ടത്തിലെ സുപ്രധാന ആയുധമായി ആ വസ്തുവിനെ മാറ്റുന്നു. തിരുവിതാംകൂറിലെ കാർത്തിക തിരുനാൾ രാജാവിനെ കാണുന്നത് വരെ. മഹാമന്ത്രവാദിയായ കരിങ്കുട്ടിയുടെ സഹായത്തോടെ രാജാവ് ടിപ്പുവിനെ തോൽപ്പിക്കുന്നു. പക്കലുണ്ടായിരുന്ന ആ വസ്തു കാർത്തിക തിരുനാൾ രാജാവിലേക്ക് വന്നു ചേരുന്നു. ആ വസ്തുവിൽ ഒതുങ്ങിയിരിക്കുന്ന അപകടം രാജാവ് തിരിച്ചറിയുന്നു. ആ ശക്തിയുടെ ദുരുപയോഗം തടയാൻ രാജാവ് യുദ്ധം ജയിച്ച സ്ഥലത്ത് അതിനെ മറവ് ചെയ്ത് യഥാസ്ഥാനം രേഖപ്പെടുത്തി രഹസ്യമായി വെക്കുന്നു. തുടർന്ന് വരുന്ന നൂറ്റാണ്ടുകളിൽ ആ വസ്തുവിന്റെ സാന്നിധ്യം ആരാലും അറിയാതെ പോകുന്നു. അതിന്റെ ചരിത്രം ആ രാജപരമ്പരകളിലെ ഒരു കെട്ടുകഥയായി മാറുന്നു. എന്നാൽ പല തലമുറകൾക്കിപ്പുറം കെട്ടുകഥയിലെ ചരിത്രം മനസ്സിലാക്കിയ ഒരാൾ അതിന്റെ സത്യം തേടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജാവ് യുദ്ധം ജയിച്ച സ്ഥലത്തേക്ക് എത്തുന്നു. ऐसी स्टोरीज मजेदार होती है नहीं कि भाई उस जमाने में वो चीज दबा दी गई और अब उसको एक्सप्लोर करने वाले हैं. और बचपन में भी ये खजाने वाली चीजें कितना एक्साइट करती थी कि कहीं पे खजाना होगा. नहीं में कभी मिला नहीं. तो यहीं पे ही है वो. पर क्या उनकी जनरेशन में से ही कोई ले रहा है या कौन ले रहा है? ചേട്ടാ ചിത്തിര തിരുനാളല്ല, കാർത്തിക തിരുനാൾ കോളേജ്. അധികം പഠിപ്പിക്കല്ലേ ചേട്ടാ. ഇന്നലെയാണ് അവിടെ ആളുണ്ടായിരുന്നു. അല്ല കുഴപ്പമില്ല, ഞാൻ ഒന്നും ഓർഡർ ചെയ്യാം, കോളേജിലോട്ട് ഓർഡർ ചെയ്യാം. കഷ്ടം. എടാ ഒരു ടൈം മെഷീൻ കിട്ടും. എന്തിനായിരുന്നു? ഒരു ടീഷർട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്തേ. ഒരു ദിവസം മുന്നേ ഓർഡർ ചെയ്തായിരുന്നെങ്കിൽ ഇന്നലെ ഡെലിവർ ആയിരുന്നു. എടാ നീ സൂര്യയുടെ മറ്റേ 24 വാച്ച് ഓർഡർ ചെയ്യടാ. നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറ്. അങ്ങോട്ട് അവന്റെ ടൈം കോമഡി കാര്യമായിട്ട് പോണായിരുന്നു. സീരിയസ് ആണോ വേണ്ടത്? എടാ മറ്റേ പറയാല്ലേ, എടാ മറ്റേ സൂപ്പർമാൻ വിളിച്ച് ഭൂമി തിരിച്ചു ചേർക്കുക, അങ്ങനെ ടൈം ട്രാവൽ ചെയ്യും. എന്തേ രസമുണ്ട്. എടാ അതെ, നമുക്ക് ഇവന്റെ വാടപ്പിക്കാൻ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാം. 4 ക്രീം ബൺ. ക്ലാസ് ഒന്നും ഇല്ല ചേട്ടാ, സ്റ്റോർ കൊടുക്കാനുള്ളതാണ്. നിങ്ങൾ ഫസ്റ്റ് അവർ കഴിഞ്ഞിട്ടല്ലേ സ്ട്രൈക്ക് വിളിക്കൂ. ഇവന്മാർക്ക് എന്താ പിന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ചു? എടാ PR വർക്കാടാ, അവന്മാർക്ക് പിള്ളേർ ക്ലാസ്സിലാണോ? PR പട്ടി ഷോ. അവനൊക്കെ നല്ല പ്രായം ഉണ്ടല്ലോ, ഇപ്പോഴും സമരം വിളിച്ചടക്കണം. इनका भी PR चल रहा है. हाँ ये है क्या वो? चेंज जैसा है ये. എന്ത്? അതായത് അവളെ NIT ഡാൻസ് കോമ്പറ്റീഷൻ പോയിക്കുവായിരുന്നല്ലോ. അപ്പം 2 ആഴ്ച നമുക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പൊ തിരിച്ചു വന്നതിന്റെ ഒരു ഗിഫ്റ്റ്. ഡ്യൂപ്ലിക്കേറ്റാ ഈ തൊടല തൊടലല്ല, സൈക്കിൾ ചെയിനാണ്. എന്തിന്? അത് ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗിന്റെ ഒരു ഓർമ്മയ്ക്ക്. ഓ ഗുഡ് ഗുഡ്. അല്ല അത് സൈക്കിൾ ചെയിനും തമ്മിൽ എന്താണ്? खराब हुई होगी तब मिले होंगे. അത്
അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അവള് ഭയങ്കര സുന്ദരിയായിരുന്നു. ഇപ്പോഴും സുന്ദരിയാണ്. अभी भी है അപ്പൊ क्रिंज ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വന്ന വഴി അവളെ സൈക്കിൾ ഇടിച്ച്. അപ്പം അപ്പൊ നീ ഓടിപ്പോയി അവളെ എടുത്ത് പൊക്കി കണ്ണും കണ്ടും ലോക്കായി നിങ്ങൾ തമ്മിൽ പ്രണയായില്ലേ? അതല്ല, ഞാനടിച്ച് എന്റെ സൈക്കിൾ അടിച്ച്. അപ്പം അത് കഴിഞ്ഞിട്ട് അവള് ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ഞാനാണ് 2 ആഴ്ച നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിരുന്നത്. അങ്ങനെ പയ്യെ പയ്യെ സെറ്റായി. मुझे लग रहा है वो ब्रेकअप करने आई है. ഇതൊന്നും കാണാനും കൂടെ ഉള്ള ത്രാണി എനിക്കില്ല. അപ്പൊ ക്രീം ബണ്ണോ? ചേട്ടാ ക്രീം ബൺ പൊതിഞ്ഞെടുത്തോ? साइकिल की चेन तो गिफ्ट नहीं करनी चाहिए मुझे लगता है. क्या ही करेगी उसका वो. ओ खुश हो गई. हैप्पी. ओ यार तू सही लग रही है मेरे को. ब्रेकअप है ब्रो, ब्रेकअप. मैं लड़की है. എടാ ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ നിർത്തിയിട്ട് വല്ല പടം പിടിച്ചാലോ ആലോചിക്കണം. ശക്തിമാനൊക്കെ വെച്ചിട്ട്. ओ അതാണ് എന്റെ കരിയർ തോന്നുന്നുണ്ടാ. Reason? മോന്റെ ഡെയിലി കണ്ടല്ലോടാ. पापा का ट्रांसफर. ശക്തിമാൻ നിർത്തിയടാ, പുള്ളി പോയി, വയസ്സായി പുള്ളി. ആണല്ലോ, ഇപ്പൊ ടോനോ ചെയ്താ പോരെ? ടോവിന് പറ്റൂലടാ. മിന്നൽ മുല്ലൊക്കെ ചെയ്ത് പുള്ളി വലിയ ആളായി. കിട്ടൂല. എടാ നിർത്താവോ? ഇവിടെ നമ്മുടെ പ്രായത്തിലുള്ള പിള്ളേരവിടെ കുടിയും പിടിച്ച് സമരം ചെയ്തോണ്ടിരിക്കേണ്ടതല്ല. ശക്തിമാനും മിന്നൽ മുരളി. അല്ല, ഈ സമരമേ കോളേജിലെ 4 ചൂള പിള്ളേർ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ശക്തിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ ഇന്ത്യ. पैन इंडिया. എന്താടാ നീ ഇവിടുത്തെ തൊടലൊക്കെ പിടിച്ചില്ലേ? റംസാദേ എന്താടാ ബ്രേക്കപ്പ് ആണോ? ഇല്ല, പക്ഷെ ആവും. क्यों? क्या हो गया? ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? നീ ആദ്യം സംസാരിച്ചിരുന്നത് നീയല്ലേ? ഇപ്പൊ എന്താ ഇങ്ങനെ? എടാ ജീവിക, ഇന്ന് സ്ട്രൈക്കാണ്. കപ്പിന് ട്രീറ്റ് നമുക്ക് ഇന്നലെ പ്ലാൻ ചെയ്താലോ? നീ കാണുമല്ലോ അല്ലേ, വെറുതെ പറ്റിക്കരുത്. ഞാൻ നോക്കാം. और थोड़ा माचो लड़का आ गया. ये तो नर्ड है ना. നീ ബാംഗ്ലൂർ വെച്ച് അലിത് ഇലിത് ചേച്ചി വഴി കണ്ടുപിടിച്ച പോലെ ഇല്ലത്. ഞാൻ വരാട്ടോ, വണ്ടിയെല്ലാം റെഡിയാണോ? എടാ ഞങ്ങളൊന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചോട്ടെ പ്ലീസ്. നിന്റെ കാമുകിയോട് തനിച്ച് സംസാരിക്കാൻ എന്നെ പെർമിഷൻ ആണോ? അത് കൊള്ളാം. ജീവിക, പെട്ടെന്ന് പോര്. नहीं, इसको पता है कि इसकी गर्लफ्रेंड है ये. ये तो पता है पर हड़प सकते हैं. എന്താ നടക്കുന്നത് ഇവിടെ? എടാ നിന്നെ കാണാതിരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ നിനക്ക് അഡ്മിഷൻ കിട്ടിയ അതേ കോളേജിൽ നിന്റെ അതേ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തത്. അതിന് എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയും. അതേ എനിക്കാണ് 10 ദിവസം നിന്നെ കാണാതിരുന്നിട്ടും ഒന്നും തോന്നാത്തത്. ദാറ്റ് മീൻസ് there's something wrong. अरे सिर्फ 10 दिन से ऐसे कौन डिसाइड करता है? നമുക്ക് വേറെ ആരെങ്കിലും? हाँ. എനിക്കറിയില്ല, അവള് കാരണമൊന്നും തെളിച്ച് പറഞ്ഞിട്ടില്ല. എടാ ഉള്ളത് പറയാലോ, കാരണം ഇപ്പൊ നീ ആവാൻ സാധ്യതയുണ്ട്. ഞാനോ? There will be കാരണം. Yes, 100%. ഈ സമയമുള്ള കൂട്ടുകാരപ്പം ട്രിപ്പൊക്കെ പോണായിരുന്നു. നീ ആണെങ്കിൽ ഈ മൂലയ്ക്ക് ഒതുങ്ങി ഇരിക്കുന്നിടത്തിന്. पर ऐसे ही होता है रियल लाइफ में भी. എടാ ഒന്നുമല്ല, നീ നോക്ക്, അവളിരിക്കുന്ന അവിടെയും ഞാൻ ഇരിക്കുന്ന ഇവിടെയും. ഈ ഡിസ്റ്റൻസ് ആണ് പ്രശ്നം. എടാ ഇപ്പത്തുള്ള ഈ അവസ്ഥ മാറണമെങ്കിണ്ടല്ല, ഇത് ബ്രേക്കപ്പ് ആണെന്ന് നീ അംഗീകരിക്കണം. അവളെ വിടു നീ. നീ പറയണ പോലെ അത്ര എളുപ്പമല്ല അത്. എടാ നോക്കി, നീ ഇപ്പോൾ ഉടനെ ജർമ്മനിക്ക് പോയില്ലേ? അതിനിടയ്ക്ക് എന്തിനാണ് ജീവിക്കായിട്ട് ഈ ഇല്ലാത്ത കോംപ്ലിക്കേഷൻസ് ഒക്കെ? അതാ പറയണത്, പെട്ടെന്ന് തീർക്ക്. ऐसे थोड़ी ना भुलाए जाते हैं. ഞാൻ ഇപ്പം എന്താ വേണ്ടേ? ഒരു ഐഡിയ ഉണ്ട്, നടക്കില്ലെന്ന് അറിയത്തില്ല. നീ ഒരു പേപ്പർ എടുക്കുക, അതിൽ നീ അവളെ പറ്റി തോന്നുന്ന എല്ലാം എഴുതുക. തെറിയാണെങ്കിൽ അതും എഴുതിക്കും. अच्छा. നിന്റെ വിഷമം എല്ലാം എഴുതി തീർന്നു മനസ്സിലാകുമ്പോൾ നീ ആ പേപ്പറിന് തീ വെക്കുക. അത് ये वो കത്തിച്ചാമ്പലാവുമ്പോൾ थेरेपिस्ट वाला है. फ्लैश करवाओ एंड ऑल. കൊള്ളാടാ, സൂപ്പർ ഐഡിയ. Thank you. കുറെ ഹിന്ദി പടം കണ്ട് വന്നേ. हाँ. ओह, सारे दोस्त भी इसको ऐसे ही देख रहे हैं. समझ गए, बता दिया होगा आपके. कितना डिस्टेंस है? कल्प्रिट. मुझे पता नहीं, लोग सेम क्लास में. वो बोल तो रही है तेरे लिए आई हूँ मैं यहाँ पे. ഒരു പേപ്പർ തരാമോ? Antenna and wave propagation. സാറേ ഇന്ന് സമരമാണ്. സമരം വരട്ടെ, അതുവരെ പഠിക്കാം. നാശം പിടിക്കാനായിട്ട് സാറന്മാരെ ബഹുമാനിക്കാൻ അറിയാത്തവർ. कोई खड़ा भी नहीं हुआ. So today we are learning about parabolic. अरे यार, this is bad. और कैमरा भी लगा हुआ है. ആരാടാ എറിഞ്ഞേ? ഇതാരാ ചുരുട്ടി എറിഞ്ഞേന്ന്? നിന്റെയൊക്കെ വീടുകൾ കാണിക്കുന്ന പരിപാടിയാണോ ക്ലാസ് റൂമിൽ ഒരു അധ്യാപകനോട് കാണിക്കുന്നത്?
Not good. എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. കളിയാക്കുന്നാടാ നീയൊക്കെ. എന്തുവാടാ ഇത്? Oh नहीं, उसके बारे में लिख रहा था. എന്തല്ലാന്ന്? ഡോ, നിനക്കൊക്കെ അഹങ്കാരമാണ്. ഒരുത്തൻ പഠിപ്പിച്ചോണ്ട് ഇവിടെ നിൽക്കുമ്പോ ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് താൻ എന്താടാ ഉണ്ടാക്കുന്നത്? സാർ ഒരു അത്യാവശ്യത്തിനായിരുന്നു. എന്ത് അത്യാവശ്യം? അവന്റെ പുതിയ കാർട്ടൂൺ ഇറങ്ങി കാണും സാറേ. ആരാടാ കമന്റ് അടിച്ചത്? ഡോ, वो आगे स्ट्राइक. ഞാനിത് വായിച്ചിട്ട് തന്റെ അത്യാവശ്യം തരാം. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ ക്യാമ്പസിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവിടെ ഒരാൾ നിൽക്കുന്ന കണ്ടില്ലേ? സമരമല്ല സാറേ, അതിന് ഒരു മിനിമം മര്യാദ കാണിക്കണം. हाँ ദേ मिनिमम സാറേ, मर्यादा. വെറുതെ അലമ്പാക്കരുത്. ഡോ, തനിക്ക് എന്തെങ്കിലും ഇവിടെ സംസാരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് എന്റെ പെർമിഷൻ എടുക്കണം, മനസ്സിലായി? നിങ്ങളോടത്തൊക്കെ മര്യാദ സംസാരിച്ചിട്ടാണ് വിദ്യാർത്ഥി സമൂഹം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാറേ, നിങ്ങളുടെ ബ്രാഞ്ചിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത എച്ച്ഒഡിയുടെ യോഗ്യതയുടെ പേരിലാണ് ഈ സമരം. Oh. ഡോ, മനുഷ്യന്മാരെ പോലെ സംസാരിക്കണോ? ദേ സാറേ, വീട്ടിൽ പെണ്ണുമ്പിള്ളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ഇവിടെ പിള്ളേരുടെ നെഞ്ചത്തോട് തീർക്കരുത്. വീട്ടുകാരെ പറയുന്നു. अबे यार എന്താ പ്രശ്നം? बच्चे भी बहुत अच्छे नहीं है. ഹലോ ഹലോ, എന്താടാ, എന്താ പ്രശ്നം? സമരം വിളിക്കാൻ വന്നാണ് സാറേ ഇയാള് വെറുതെ. സാറേ, പിള്ളേര് സമരം വിളിച്ചിട്ടങ്ങ് പോവില്ലേ? ക്ലാസ് മുറിയിൽ തോന്നിയാസം കാണിച്ചിട്ടാണോ സമരം വിളിക്കുന്നത്? പിന്നെ നമ്മൾ പറയുമ്പോൾ സമരം വിളിക്കാൻ പറ്റുമോ സാറേ? ഇവന്മാര് പുറത്തിറങ്ങിയാലേ ഇതിന്റെ അപ്പുറം കാണിക്കും. സാറേ, പിള്ളേരായ പ്രതികരിക്കും, തെറ്റ് കണ്ട പ്രതികരിച്ചോട്ടെ, അത് പുറത്തിറങ്ങിയാൽ ചെയ്യട്ടെ. നീ പറയാനുള്ള പറഞ്ഞു. നിങ്ങളുടെ ബ്രാഞ്ചിൽ എച്ച്ഒഡി, അതായത് നിങ്ങളുടെയൊക്കെ സർട്ടിഫിക്കറ്റ് ഒപ്പിടേണ്ട അതേ ആളുടെ പേരിൽ തന്നെയാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് മറ്റാരേക്കാളും നിങ്ങൾ ഈ സമരത്തിൽ സഹകരിക്കണം, ക്ലാസ് ബഹിഷ്കരിക്കണം. तो बच्चे स्ट्राइक पे जाएंगे, नुकसान तो बच्चों का ही है. उसका पेपर उसके पास ही है. എന്തു പറ്റി സാറേ മൂക്കില്? നശിച്ച പിള്ളേര് അടിച്ചു ഊർത്തി. ബാക്കിയുള്ള സാറന്മാരെ പോലെ പിള്ളേരെ ചാക്കിടാൻ നമുക്കറിയില്ലല്ലോ. രഞ്ജിത്ത് സാറേ, പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. സാറിനല്ലെങ്കിലും പിള്ളേരോട് ഒരല്പം ചായവ് കൂടുതലല്ല, അത്ര നല്ലതല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ഡിപ്പാർട്ട്മെന്റിലുള്ള നമ്മളൊക്കെ കാണും. എനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല സാറേ. നമുക്ക് മുകളിലുള്ള എച്ച്ഒഡിയെ മാറ്റാനാണ് പിള്ളേർ ഈ മുറവിളി കൂട്ടുന്നത്. അതിന് ചിലരൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്തായാലും എക്സ്പീരിയൻസ് നോക്കിയിട്ട് HOD രാഘവൻ സാറിന്റെ പിള്ളേര് ഓഫീസിൽ പൂട്ടി വെച്ചിരിക്കുക, പെട്ടെന്ന് വാ. हाँ, राघवन सर को लॉक कर दिया. സാറ് വരുന്നില്ലേ? അല്ല, എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾ പോയിട്ട് വാ. वो पेपर ले लिया यार इन्होंने. इनको ऐसा क्यों दिखाते हैं? എടാ സാറ്, സാർ, ഇയാൾ ഇതിനകത്ത് നിന്ന് സ്ഥാനമാറ്റം ചെയ്യാതെ ഒരു രീതിയിൽ ഞങ്ങൾ സഹകരിക്കാൻ പോകുന്നില്ല. മാറ്റില്ല എന്ന് പറഞ്ഞില്ല, പക്ഷെ അയാൾക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാവുന്ന നമ്മൾ ആരും ഇവിടുന്ന് മാറാൻ പോകുന്നില്ല. ചൂടാവല്ലടാ പ്രവീണേ, കാര്യങ്ങൾ സമാധാനമായിട്ട് പറ. സാർ, ഇയാളെ സർട്ടിഫിക്കറ്റ് വ്യാജാണെന്ന് കണ്ടാൽ അറിഞ്ഞൂടെ? सर्टिफिकेट फेक है സാറേ, उसके. പിള്ളേര് പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ. Oh my god. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സമാധാനമായിട്ട് പറ. സാറെ, കൂടുതലൊന്നും സംസാരിക്കാനില്ല. ആ രാഘവൻ സാറിനെ എത്രയും പെട്ടെന്ന് ഡിസ്മിസ് ചെയ്യണം. ഡിസ്മിസ് ചെയ്യാനോ? അതെ സാറേ, ഈ വിഷയം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. സാർ, ഒരു കാര്യം കൂടെ, അടുത്ത എച്ച്ഒഡിയെ ഉടനെ തന്നെ നിയമിക്കണം. അതൊന്നും പറ്റില്ല. Immediately. അതിനൊക്കെ തീരുമാനം എടുക്കാൻ കുറച്ച് സമയം വേണം. ഈ സമയം കാര്യമൊക്കെ നോക്കിയിട്ട് തന്നെയാണല്ലോ രാഘവൻ സാറിനെ എച്ച്ഒഡി ആക്കിയത്. അതെ, നിങ്ങളുടെ കാര്യം കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങൾ സംസാരിച്ച്. സാറേ, തോന്നിയ പോലെ ഒരാളെ കൊണ്ടൊന്നും ഇവിടെ നിയമിക്കാനൊന്നും പറ്റില്ല. അതിന് അർഹിച്ച ഒരാൾ തന്നെ വേണം. കിസ്കോ? അത് രഞ്ജിത്ത് സാറാണ്. ആളെ തന്നെ നിയമിക്കണം. അത് രഞ്ജിത്ത് നടക്കില്ല. സാർ. എക്സ്പീരിയൻസ് കൊണ്ട് HOD ആവേണ്ടത് ഷാജി സാറാ. ആ, ബെസ്റ്റ്. അതിന് എക്സ്പീരിയൻസ് മാത്രം പോരാ, യോഗ്യത കൂടെ വേണം. അതെ, ആരെ നിയമിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളൂ. സാർ, അത് പറ്റില്ല സാറേ. നീ വിളിക്കടാ. Friends की मानो नहीं तो कुछ नहीं होगा. സാറേ, ഈ സമയത്ത് എന്തുകൊണ്ട് ഇവിടെ HOD ആവാൻ യോഗ്യൻ? Is അത് ഷാജി സാറാണ്. കൺഗ്രാറ്റ് ഷാജി സാർ. शादी सर. शादी को भी लगा नहीं था कि उसका नाम लेंगे. ഹാപ്പി? ये सर मजेदार लग रहा है मुझे. इसका कुछ राज है, क्यों ऐसा कर रहे हैं, क्या कर रहे हैं? ओह! इनके पास है वो. घूमो.
क्या मतलब है? ये लोग घूमेंगे पास से। क्या मतलब? हाँ? ओ भाई शाहजी को ये चलवा रहे। पपेट बनाया वो उसको। शाहजी तो एचओडी नहीं बनेगा। वो एक पपेट करता है ना। उसको तो कुछ समझ में नहीं आ रहा होगा क्या चल रहा है ये। ओह माय गॉड। तो रंजीत सर है वो जिन्होंने स्टार्टिंग में वो एक्सप्लोर करने की ट्राई की थी और इनको वो पावर्स मिल गई हैं, बट ये कितने ज़्यादा खतरनाक है बिकॉज देखा जाए तो अब ये तो किसी को भी कंट्रोल कर सकते हैं, बस ये पासे घुमाते हैं। वो उसका सिस्टम क्या है वो हमें समझना होगा एंड वहाँ से फिर ये कि ये बच्चे को पता लग गया है तो वो कहीं ना कहीं इनसे चोरी कर सकता है। हो सकता है, पर ये बच्चा बेचारा नर्ड है तो इनमें हिम्मत, नर्ड की है, उनमें दिमाग होता है पर उनमें हिम्मत नहीं होती है। पर यहाँ पे हमने ये भी देखा कि उन्होंने एक बार किया तो एक बार में नहीं हुआ, उन्होंने दूसरी बार किया। इट्स लाइक कि वो कोई प्रैक्टिस चल रही है कि भाई कितना बेटर हो पा रहे हो आप। वही उसका कुछ सिस्टम है जो वो फॉलो करना है और वो शाहजी को भी कंट्रोल करते हैं। और अब ऐसा है कि अब वही एचओडी बनेंगे, पता नहीं है क्या सिस्टम चल रहा है। तो आप लोग कैसे लगा आप हमें कमेंट सेक्शन में जरूर बताएगा। तो इसे लाइक करते जाइए, कमेंट करते जाइए, शेयर करते जाइए और सब्सक्राइब करिए। बाय।